എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട്, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട്, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട്, അതുപോലെ തന്നെ VHSC തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് എന്നിങ്ങനെയുള്ള അലോട്ട്മെന്റുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അവിടെ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു +1 തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അഡ്മിഷനെ കുറിച്ചുള്ള ഒരുവിധ സംശയങ്ങളും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട സ്കൂളോ കോഴ്സോ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിലവിൽ നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരുമ്പോൾ അതിന് അപ്ലൈ ചെയ്യുക. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഏകദേശം ഈ ഒരു ജൂൺ 23-ാം തീയതി അല്ലെങ്കിൽ 22-ാം തീയതിയോടെ വരാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ആ സംശയങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ആ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അഡ്മിഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് ഇഷ്ടപ്പെടാത്ത കോഴ്സായാലും ഇഷ്ടപ്പെടാത്ത സ്കൂളായിരുന്നാലും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ആദ്യമായിട്ട് ഇപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത് 2ാമത്തെ ഓപ്ഷനാണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയത് 5ാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത് നിങ്ങൾക്കുള്ള സംശയമായിരിക്കും. അതുപോലെ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് സമയത്ത് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ആയിരുന്നാലും നിങ്ങൾ അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ള സംശയം എന്ന് പറയുന്നത്, ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ആദ്യമായിട്ടല്ല മുൻ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് മുൻ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയുള്ളത്. അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിലോ അല്ലെങ്കിൽ സെക്കൻഡിലോ ഒക്കെ നിങ്ങൾക്ക് ഈ 5ാമത്തെ ഓപ്ഷൻ തന്നെയാണ് കിട്ടിയതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല, നോ ചേഞ്ച് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ടെമ്പററി അഡ്മിഷൻ നിലവിലുള്ള ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ പെർമനൻ്റ് ആയിട്ട് എടുക്കുക. അതായത് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത്, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു സ്കൂളിൽ 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചത് 3ാമത്തെ ഓപ്ഷനാണെന്ന് കരുതുക. നിങ്ങൾക്ക് ഒരു ആഗ്രഹം, ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ വേണ്ട, എനിക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഫസ്റ്റിലോ കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ മതിയെന്ന് നിങ്ങൾ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീറ്റിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയും ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പുതിയൊരു സ്കൂളിലേക്കോ കോഴ്സിലേക്കോ മാറ്റം ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷനും ക്യാൻസൽ ആവും. അത് നിങ്ങൾക്കറിയാം, സാധാരണ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ആ ഒരു ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു താഴെ മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഓപ്ഷൻ നിലവിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് ഉള്ളത് അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം, അതുപോലെ തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷവും ടെമ്പററി അഡ്മിഷൻ ഇല്ല. അതിനുശേഷം പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയിട്ട് ഈ ഒരു അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഈ ഒരു ജൂൺ 20-ാം തീയതി വൈകുന്നേരം 5 മണി വരെ, അതായത് നാളെ വൈകിട്ട് 5 മണി വരെ അഡ്മിഷൻ നേടാം. പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ട, അതായത് നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ MRS വഴിയോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 21-ാം തീയതി വൈകിട്ട് 5 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളത് ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ടുണ്ട്, HSC മെറിറ്റിൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ VHSCയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവിടെ അഡ്മിഷൻ നേടണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എവിടെയാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം എന്നുള്ളതനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കുന്ന സ്ഥലത്ത് മറ്റേത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.